പാപപ്രവൃത്തികളിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് അത് ദൈവം അത് വെടിവെക്കാനിടയായി തീരും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, യൗവനക്കാരും കൊച്ചുകുട്ടികൾ വരെയും ഈ ലഹരി വസ്തുക്കൾക്കെല്ലാം അടിമപ്പെട്ട് മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുടുംബ ജീവിതങ്ങളൊക്കെയും തകർന്ന് കഴിക്കണമായി കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നു, വളരെ പ്രതീക്ഷയോടുകൂടി കോളേജ് കലാലയങ്ങളിലെല്ലാം അയക്കുന്നു, വളരെ ലോണൊക്കെ എടുത്ത് അവരെ പഠിപ്പിച്ച് ഒരു ഭാവിയിൽ എത്തിക്കാന്ന് വിചാരിച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തെല്ലാം ചെയ്യുമ്പോൾ എന്നാൽ ഒരു ചിറ്റോ കൊട്ടാരം പോലെ ഈ ചെറുപ്പക്കാരെല്ലാം തകർന്നു വീഴുന്ന രംഗം കാണുകയാണ്. പാപപ്രവൃത്തികൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപം മനുഷ്യനെ ഇവിടെ മൂടിയിരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഈ അധർമ്മ പ്രവൃത്തിയിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാം ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, എങ്ങനെയും മദ്യപാനം നിർത്തണം. നാം കണ്ടിട്ടില്ലേ, ഡിസംബർ 31 ആകുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഇനി തൊട്ട് ഞാനിനി മദ്യപിക്കത്തില്ല എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് അവരുടെ തലയിൽ ഒക്കെ തൊട്ട് സത്യം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നെയും പാപം അവരെ ഗ്രസിച്ച് പിന്നെയും മദ്യപാനത്തിലേക്കും പല പല പ്രശ്നങ്ങളിലേക്കും ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നല്ല പരിഹാരം തരുവാൻ കഴിവുള്ള ഒന്ന് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. ഒരു കാലത്ത് ഈ മാതിരിയുള്ള ജീവിതം നയിച്ചവരാണ് ഞങ്ങൾ. ഈ ലോകത്തിന്റെ കാലഗതികളിലെ പാപപ്രവൃത്തികളിലെ മദ്യപാനത്തില് ലഹരിക്കെല്ലാം അടിമപ്പെട്ട് മനുഷ്യ ജീവിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ മുന്നോട്ട് പോയപ്പോൾ ഈ യേശുവാണ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാവോ, നമ്മളെയും അല്ലെങ്കിൽ മനുഷ്യനെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പാപമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. വിശുദ്ധ ബൈബിളിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ്: കേൾപ്പാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ ചെവി ബന്ധമായിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നത് പാപമത്രേ. അപ്പൊ പാപമാണ് ഒരു മനുഷ്യനെ നന്മയിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത്. പാപം ചെയ്യുവാൻ തെറ്റ് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മനുഷ്യന് കുടികൊള്ളുന്ന പാപം അത്രേ. വിശുദ്ധ വചനം പറയുന്നു, ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. ആദ്യ മാതാപിതാക്കളായ ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർ ദൈവത്തിൽ അന്യപ്പെട്ടുപോയി. എല്ലാ വൈകുന്നേരങ്ങളിലും ദൈവം അവരെ കാണുവാനായിട്ട് കടന്നു വന്നിരുന്നു. എന്നാൽ ഈ ദിവസം വൈകുന്നേരം നോക്കിയപ്പോൾ ആദം ഹവ്വമാരെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കാണുന്നില്ല. അവർ മരത്തിന്റെ മറവിന് മാറിയിരുന്ന് ഒളിച്ചിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തും ഈ അരയിലും ഈ എറണാകുളം ജില്ലയിലും കേരളത്തിലും ലോകത്തിലെ രാജ്യങ്ങളിലും പാപമാണ് മനുഷ്യനെ ദൈവത്തിന് അകറ്റിക്കളയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പാപത്തിന് പരിഹാരമുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തു മൂലം ദൈവത്തോട് അടുക്കുന്നവർക്ക്, യേശുക്രിസ്തുവിന്റെ യാഗം മൂലം നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രവേശനവും ധൈര്യവും സൗജന്യമായി ഒരുക്കിയിരിക്കുകയാണ്. ആരാണ് യേശു കർത്താവ്?